ഉദയംപേരൂർ സൂനഹദോസിൽ നിരോധിച്ച പുസ്തകങ്ങൾ ഇന്ന് എന്തുകൊണ്ട് സിറിയൻ ക്രിസ്ത്യാനികൾ പിന്തുടരുന്നില്ല? ഉദയംപേരൂർ സൂനഹദോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അത് സിറിയൻ ക്രിസ്ത്യാനികളുടെ ഐഡന്റിറ്റിക്കെതിരായ ഒരു കോളനിയൽ ആക്രമണമായിരുന്നു. രണ്ട്, അത് പഴയ കയ്യെഴുത്തു പുസ്തകങ്ങൾ നശിപ്പിച്ചു ഒരു പുരാതന പാരമ്പര്യത്തെ അടിച്ചമർത്തി. പക്ഷേ ഇതിന് മറ്റൊരു വശവുമുണ്ട്. സിനഡ് നിരോധിച്ച പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. അവ സിറിയൻ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ആ നിരോധിച്ച പുസ്തകങ്ങളെ ആദ്യം നോക്കാം. ദ ഇൻഫൻസി ഓഫ് ആർ സേവിയർ. ഈ പുസ്തകം പറയുന്നത് യോസേഫിന് മറ്റൊരു ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. ബാലനായ യേശു ദുഷ്ടതകൾ ചെയ്തു. യോസേഫ് മറിയത്തെ ഗുരുതര പാപം ആരോപിച്ചു, സംശയിച്ചു. മറിയം വേദനയോടെ പ്രസവിച്ചു. ദ ബുക്ക് ഓഫ് ജോൺ ബാരിയാൽഡൻ. ഈ പുസ്തകം പഠിപ്പിച്ചത് ക്രിസ്തുവിൽ രണ്ട് വ്യക്തികളുണ്ട്, ഒരു ദൈവീക വ്യക്തിയും ഒരു മനുഷ്യ വ്യക്തിയും. യേശു എന്ന നാമം ആരാധിക്കരുത്. തൃത്വത്തിലെ മൂന്ന് വ്യക്തികളും അവതാരമെടുത്തു. ദ പ്രോസഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നു മാത്രം വരുന്നു, പുത്രനിൽ നിന്നു വരില്ല എന്ന് നിഷേധിച്ചു. ദ ബുക്ക് ഓഫ് ഫാദേഴ്സ്. മറിയം ദൈവമാതാവല്ല എന്ന് പറഞ്ഞു. ക്രിസ്തുവിൽ രണ്ട് വ്യക്തികളുണ്ടെന്നും പഠിപ്പിച്ചു. ദ ബുക്ക് ഓഫ് സിനോഡ്സ്. റോമാസഭ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി. വിവാഹം ഒരു സക്രാമെന്റ് അല്ല, ഇങ്ങനെ പഠിപ്പിച്ചു. ദ ബുക്ക് ഓഫ് ടിമോത്തി ദ പേട്രിയാർക്ക്. ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമില്ലെന്ന് പറഞ്ഞു. ആൻ എക്സ്പോസിഷൻ ഓഫ് ദ ഗോസ്പൽസ്. ക്രിസ്തു ഒരു സൃഷ്ടി മാത്രമാണ്, അവൻ ദത്തപുത്രനാണ്. ദിവ്യകാരുണ്യം ഒരു പ്രതീകം മാത്രം. ക്രിസ്തുവിന് ന്യായവിധി ദിനം, ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഡേ അറിയില്ല. എൻ്റെ കർത്താവും എൻ്റെ ദൈവവും തോമസ് ക്രിസ്തുവിനോട് പറഞ്ഞതല്ല. ഇവയെ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ പാരമ്പര്യവും അംഗീകരിക്കുന്നില്ല. ഉദയംപേരൂർ സൂനഹദോസിൽ നിരോധിച്ച പുസ്തകങ്ങൾ സിറിയൻ ആയതുകൊണ്ടോ കിഴക്കനായതുകൊണ്ടോ ലാറ്റിൻ അല്ലാത്തതുകൊണ്ടോ നിരോധിച്ചതല്ല. അവയുടെ ഉള്ളിലെ തത്വശാസ്ത്രം തന്നെ തെറ്റായതുകൊണ്ടാണ് നിരോധിച്ചത്. അതിലെ തിയോളജി ഇന്ന് കേരളത്തിലെ ഒരു സിറിയൻ ക്രിസ്ത്യൻ സഭയും അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നിരോധിച്ച പുസ്തകങ്ങളെ പ്രതി നിലവിളിക്കുന്നവർക്ക് ഈ പുസ്തകങ്ങൾക്ക് സിറിയൻ ക്രിസ്ത്യാനിൻസിൻ്റെ ഇടയിൽ പഠിപ്പിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നാണോ? സൂനഹദോസ് ചില ആചാരങ്ങൾ നിരോധിച്ചു. വിധി, ജ്യോതിഷം, മുൻജന്മ വിശ്വാസം സംബന്ധിച്ച വിശ്വാസങ്ങൾ, താഴ്ന്ന ജാതിയെ തൊട്ടാൽ ശുദ്ധീകരണ ആചാരങ്ങൾ, ബഹുഭാര്യത്വം, കോൺക്യുബിനേജ്, ജനനം, വിവാഹം, മരണം എന്നിവയിൽ ദുരാചാരങ്ങൾ. ഇവയിൽ ദുരാചാരങ്ങൾ ആചാരങ്ങൾ. പുരോഹിതരുടെ ദുർമാത്രവാദം, പൗരോഹിത്യം സ്വീകരിച്ചവർ വിവാഹം കഴിക്കൽ. അവസാനമായി, എന്താണ് സത്യം? ഈ പുസ്തകങ്ങൾ സിറിയൻ ആയതുകൊണ്ടല്ല നിരോധിച്ചത്, അവയിലെ തത്വശാസ്ത്രം തെറ്റായതുകൊണ്ടാണ്.